നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് എക്സാമുകളുടെ കൂമ്പാരമാണ്. പബ്ലിക് എക്സാമാണ് വരാൻ പോകുന്നത്. വെള്ളത്തിൽ നീന്തൽ അറിയാമെന്ന് വിചാരിച്ചിട്ട് കുട്ടിയെ ഏതെങ്കിലും നടുക്കടലിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ ചുഴലിക്കാറ്റിന്റെയും അല്ലെങ്കിൽ കടലിന്റെ ചുഴികൾക്കിടയിൽ ഇട്ടിട്ട് പറയാണ് കുട്ടിക്ക് നീന്താൻ അറിയുന്നതല്ലേ, നീന്താൻ പഠിച്ചതല്ലേ, അങ്ങനെയാണെങ്കിൽ കുട്ടി അവിടെയും നീന്തണ്ടേ എന്ന് പറയുന്നത് എത്രത്തോളം ബാലിശമായിട്ടുള്ള കാര്യമാണെന്ന്. ഒരു പാറ കഷ്ണം അടിച്ചടിച്ച് 99 അടി അടിച്ചപ്പോഴും അത് പൊട്ടിയില്ല. നിരാശയോടുകൂടി അയാൾ മടങ്ങുന്നുണ്ട്. അവസാനം വന്ന അയാൾ 100ാമത്തെ അടി അടിക്കുമ്പോൾ അത് പൊട്ടിയപ്പോൾ എല്ലാവരും കൈയടിച്ചുകൊണ്ട് ആ 100ാമത്തെ അടി അടിച്ച ആളെ വാഴ്ത്തി പറഞ്ഞു അദ്ദേഹത്തിന് ട്രോഫി കൊടുക്കുന്നത് എന്നുണ്ട്. എനിക്കറിയാം ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ നീ തോറ്റു കൊടുക്കരുത്. നിന്റെ കയ്യിൽ നിന്നും എടുത്തു കളയാൻ പറ്റാത്ത വിൽ പവർ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞു വരുന്നത് 2 ദിവസം മുമ്പ് ഞാനൊരു ട്യൂഷൻ സെൻ്ററിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷം കുട്ടികളും എൻ്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു ഒറ്റ കാര്യം, ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ്. സാറേ, പേപ്പർ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും 2-3 സബ്ജക്റ്റിൻ്റെ പേര് പറഞ്ഞാൽ ഞാനിവിടെ പറയുന്നില്ല. ആ 2-3 സബ്ജക്റ്റിൽ ഞങ്ങൾക്ക് എന്തായാലും മാർക്ക് കൊടുക്കും. സാറേ, ആ സബ്ജക്റ്റിന് മാത്രം എത്ര ദിവസം ഞങ്ങൾ മെനക്കെട്ടിട്ടുണ്ടെന്ന് അറിയാം. കാരണം നന്നായിട്ട് അറിയാം അത്യാവശ്യം കണ്ടന്റ് കൂടിയ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ അത്യാവശ്യം കണ്ടന്റ് കൂടിയ ചാപ്റ്ററുകളാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സാർ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഞാൻ എന്ന് പറയുമ്പോഴേക്കും അടുത്താൾ ചാടിക്കേറി പറയാണ് സാറേ അതെന്നെ ഇവള് പറഞ്ഞു തന്നെയാണ് കറക്റ്റ്. അപ്പോഴേക്കും മറ്റൊരാൾ, എനിക്കറിയാം മക്കളെ, നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ എഫേർട്ട് എടുത്തതിൻ്റെ ഫലം തന്നെയാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും റീഡ് ചെയ്യാത്ത ഒരുപാട് മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകളുടെ സമയമൊക്കെ ഒന്ന് ഞാനിങ്ങനെ ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാവും. 4:30 ഉണ്ടാവും, പുലർച്ചെ 4:30 മെസ്സേജുകളുണ്ട്, രാത്രി 12:45 മെസ്സേജുകളുണ്ട്. മെസ്സേജുകൾ മറ്റൊന്നുമല്ല, ഹായ് ഹോയ് സാറിന് സുഖല്ലേ എന്നല്ല, ഇന്നത്തേതും പോലെയുള്ള മെസ്സേജുകളല്ല അവരയച്ചത്. കുട്ടികൾ അയച്ച മെസ്സേജ് ഓരോന്നായിട്ട്, സാറേ മാത്സ് ചെയ്തു നോക്കി ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾക്ക് കഴിയുന്നില്ല സാറേ ബയോളജി ഞങ്ങൾക്ക് ഓരോ ടേമുകളും പഠിക്കുമ്പോൾ ആദ്യത്തെ ടേമുകൾ മറന്നുപോകാൻ, സാറേ സോഷ്യൽ സയൻസ് ബൾക്കായിട്ട് പഠിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് അതൊക്കെ മറന്നു പോകുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള മെസ്സേജുകളാണ്. അതിൽ നിന്നൊക്കെ എനിക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായത്, ഒരേ ഒരു കാര്യം മനസ്സിലായത്, നിങ്ങൾക്ക് പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, സങ്കടമുണ്ടാവും. എന്തിന്? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യമുണ്ടാവും. ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് വിരോധമുണ്ടാവും. ഒരുപക്ഷെ ആ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് ഒടുങ്ങാത്ത ദേഷ്യമുണ്ടാവും. കാരണം പേപ്പർ തരുമ്പോൾ ടീച്ചർ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് കണ്ടിലെ മാർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിയും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയട്ടെ, ഈ ഫ്രസ്ട്രേഷനും ഈ സങ്കടത്തിൻ്റെ മുന്നിലും നിങ്ങൾ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് തീർന്നു. ആരും നിങ്ങളുടെ പേര് ഒരിക്കൽ പോലും ഉച്ചരിക്കില്ല. പക്ഷേ തോറ്റു കൊടുക്കില്ല എന്ന മനസ്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ കയ്യിൽ ഒരു കാര്യമുണ്ട്. തോറ്റു കൊടുക്കില്ല എന്നുള്ള വിൽ പവർ ഉള്ളിടത്തോളം കാലം നിങ്ങളെ എവിടെയും അവഗണിച്ച് നിർത്താൻ പറ്റില്ല, എവിടെയും നിങ്ങൾക്ക് തോൽക്കാൻ കഴിയില്ല. ഉറപ്പായിട്ടും നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത് എക്സാമുകളുടെ കൂമ്പാരമാണ്. പബ്ലിക് എക്സാമാണ് വരാൻ പോകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റിയത് 2 മാസം. നമ്മുടെ മുന്നിലേക്കുള്ളത് 2 മാസം. ആർക്കും വാക്ക് കൊടുക്കണ്ട, ഒരു ടീച്ചേഴ്സിനോട് എതിർത്ത് സംസാരിക്കേണ്ട. ഞങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ പാരൻസിനും നിങ്ങൾ വാക്ക് കൊടുക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പൊ തലകുനിച്ചിട്ടാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ തലകുനിക്കും. നിങ്ങൾ തലകുനിച്ചോളൂ. നിങ്ങൾ തല ഉയർത്തിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ വെല്ലുവിളിക്കേണ്ട, വാശി കാണിക്കേണ്ട. പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കനലൊരു തരിയായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കണം. ആ ഒരു കനൽ ഇങ്ങനെ കെടാതെ നിങ്ങളിങ്ങനെ ആളി കത്തിച്ചുകൊണ്ടേയിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ എത്രത്തോളം നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്ന്. കാരണം എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഓൾറെഡി നിഹാൽ സാറും മറ്റുള്ള ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നാണ്. എനിക്കറിയാം ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ ക്വസ്റ്റ്യൻ ഇടുന്നതിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ടാവും. ശരിയാണ്, ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. നീന്തൽ അറിയാമെന്ന് വിചാരിച്ച്, വെള്ളത്തിൽ നീന്തൽ അറിയാമെന്ന് വിചാരിച്ചിട്ട് കുട്ടിയെ ഏതെങ്കിലും നടുക്കടലിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ ചുഴലിക്കാറ്റിന്റെയും അല്ലെങ്കിൽ കടലിന്റെ ചുഴികൾക്കിടയിൽ ഇട്ടിട്ട് പറയാണ് കുട്ടിക്ക് നീന്താൻ അറിയുന്നതല്ലേ, നീന്താൻ പഠിച്ചതല്ലേ, അങ്ങനെയാണെങ്കിൽ കുട്ടി അവിടെയും നീന്തണ്ടേ എന്ന് പറയുന്നത് എത്രത്തോളം ബാലിശമായിട്ടുള്ള കാര്യമാണെന്ന് ഇവിടുത്തെ ഓരോരുത്തരും കുട്ടികളെ തള്ളിപ്പറയുന്നവർ, അവഗണിക്കുന്നവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഞാൻ കുട്ടികളെ കൂടെ നിന്നിട്ട് ഒരിക്കലും പറയുന്നില്ല. ചിലപ്പോൾ പഠിക്കാത്തവരുണ്ടാവും, പക്ഷെ പഠിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. നന്നായിട്ട് പഠിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത എക്സാം ഹാളിൽ അന്താളിച്ച് നിന്ന വിദ്യാർത്ഥികളെ ഇനി നിങ്ങൾ വീണ്ടും അവഗണിക്കരുത്. 2-3 ദിവസം കഴിയുമ്പോൾ അവർക്ക് എക്സാം പേപ്പർ കിട്ടാൻ തുടങ്ങും. എക്സാം പേപ്പറിന് വേണ്ടി കാത്തിരിക്കുന്ന പാരൻസ് ഒരിക്കൽ പോലും അവരെ അവഗണിച്ച് സംസാരിക്കരുത്. കാരണം അവർ എഫേർട്ട് എടുക്കാത്തതുകൊണ്ടല്ല, നിലവാരം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പല ടീച്ചേഴ്സും അവരുടെ പാഠ്യത്യം തെളിയിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഇട്ടതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കുട്ടികൾ നന്നായിട്ട് എഫേർട്ട് എടുത്തത്. എഫേർട്ട് എടുക്കാത്തവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് കൂടിയാണ് പറയുന്നത്, വിദ്യാർത്ഥികളെ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നമ്മളുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഒരു പാറക്കഷ്ണത്തിന്റെ കഥ കൂടി ഞാൻ പറയട്ടെ.
ഒരു പാറ കഷ്ണം അടിച്ചടിച്ച് 99 അടി അടിച്ചപ്പോഴും അത് പൊട്ടിയില്ല. നിരാശയോടുകൂടി അയാൾ മടങ്ങുന്നുണ്ട്. അവസാനം വന്ന അയാൾ 100ാമത്തെ അടി അടിക്കുമ്പോൾ അത് പൊട്ടിയപ്പോൾ എല്ലാവരും കൈയടിച്ചുകൊണ്ട് ആ 100ാമത്തെ അടി അടിച്ച ആളെ വാഴ്ത്തി പറഞ്ഞു അദ്ദേഹത്തിന് ട്രോഫി കൊടുക്കുന്ന രംഗമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ആ 100ാമത്തെ അടിച്ചവൻ്റെ അടിയിനേക്കാളും 99 അടി അടിച്ചിട്ട് നിരാശയോടുകൂടി മടങ്ങിപ്പോയില്ലേ. പക്ഷെ അവനാരും ആദരിക്കാൻ നിന്നില്ല, അവനാരും കണ്ടില്ല, ഒന്നും കണ്ടില്ല എന്ന് മാത്രമല്ല കണ്ടില്ല എന്ന് നടിച്ചു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് 99ാമത്തെ അടിയിലാണ്. 100ാമത്തെ അടി മറ്റൊരാൾക്ക് അടിക്കാൻ കൊടുക്കാതെ നിങ്ങൾ തന്നെ അടിച്ചു നോക്കൂ. ഉറപ്പായിട്ടും ആ പാറ കഷ്ണം പൊട്ടിയതുപോലെ ഉറപ്പായിട്ടും എക്സാം പേപ്പറിൽ നിങ്ങളുടെ മാർക്ക് വളരെ കുറവാണെങ്കിൽ അത് 100ാമത്തെ അടിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുക. ഉറപ്പായിട്ടും സക്സസ്ഫുൾ സ്റ്റോറി തന്നെയായിരിക്കും നിങ്ങൾക്ക്. താങ്ക് യു.